ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ മാന്നാർ വരെ പോവാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിത് ഒരുങ്ങാൻ പോവാണ്. ആദ്യം നമുക്ക് ഫേസ് സെറ്റാക്കാം. ഡോവിൻ്റെ ഒരു മോയ്സ്ചറൈസർ എടുത്തിട്ടുണ്ട്. അത് ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്ത് ചെറിയൊരു മസാജൊക്കെ കൊടുക്കുക. അതിന് ശേഷം മാമാർത്തിൻ്റെ വൈറ്റമിൻ സിയുടെ ഒരു ഡേ ക്രീമാണ്. അതും ജസ്റ്റ് ഒന്ന് ഫേസിലും നെക്കിലും ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മൾ എന്ത് ഫേസിലിട്ടാലും മാക്സിമം നെക്കെങ്കിലും കവർ ചെയ്യാൻ നോക്കുക. പറ്റുമെങ്കിൽ ഹാൻഡും കൂടെ കവർ ചെയ്യും. രണ്ട് സ്ഥലങ്ങളാണ് പ്രത്യേകിച്ച് ഈ നമുക്ക് ടാൻ അടിക്കാൻ സാധ്യത കൂടുതലുള്ള. അപ്പോൾ മാക്സിമം നെക്കും ഹാൻഡും നോക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഡെർമാക്കോഡ് എന്നൊരു സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്ന് ഈ സൺസ്ക്രീൻ മേടിച്ചാൽ അതിൻ്റെ പിറ്റേ ദിവസമായിട്ട് മഴയാണ് ഗൈസ്. ഇതിട്ടുണ്ട് വെയിലത്ത് പോകാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടില്ല, എന്താണെന്ന് അറിയില്ല. അതിനുശേഷം നമ്മളിത് പുരികം വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഒത്തിരി ഡാർക്കായിട്ട് ചെയ്യാറില്ല, കാരണം എൻ്റെ ഫേസിൽ അത് ചേരില്ല. ലൈറ്റായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിരിയം ഇപ്പോൾ എടുത്തിട്ട് ഒത്തിരി ആയിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണം വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ അപ്പോഴേ എടുക്കുകയുള്ളൂ. നമുക്ക് പിരിയം കുറവായതുകൊണ്ട് കണ്ടിന്യൂസ് എടുത്താലും അതേ ഭംഗിയാണില്ല. പക്ഷേ നമ്മൾ ലിപ്പ് ലൈനർ വെച്ചിട്ട് ഒന്ന് ലിപ്പിൻ്റെ ഫുള്ളൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ കൂടുതലും ഡാർക്ക് റെഡ്, ഈ ഒരു റെഡൊക്കെയാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ ഫേസ് ഒന്ന് കുറച്ച് ബ്രൈറ്റ് ആയിട്ട് തോന്നും കേട്ടോ. ഇനി നമുക്ക് കണ്ണ് എഴുതി കൊടുക്കാം കേട്ടോ. ഐലൈനർ വെച്ചിട്ട് ചെറിയൊരു വാലൊക്കെ ഇട്ടിട്ട് താഴോട്ട്. ഞാൻ അധികം താഴെ അങ്ങനെ എഴുതാറില്ല കേട്ടോ. ചെറുതായിട്ട് വല്ലപ്പോഴും കൺമഷി അങ്ങനെ യൂസ് ചെയ്യുള്ളൂ. ഈ കണ്ണിനടിയിൽ കറുപ്പ് വരാൻ ഭയങ്കര സാധ്യതയാണ് കേട്ടോ. എനിക്കത് വന്നാണ്. അപ്പോൾ ഞാൻ അതൊരു പക്ഷേ മാറ്റി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി വീണ്ടും എഴുതിയാൽ വരുമെന്നൊരു പേടിയുണ്ട്. വല്ലപ്പോഴും ഒക്കെ എഴുതാറുള്ളൂ കേട്ടോ. ഇനി ഉപയോഗിക്കുന്ന പൗഡർ ഇട്ടിട്ട് എന്തെങ്കിലും ഒരു സ്പഞ്ച് വെച്ചിട്ടോ, അല്ലെങ്കിൽ എനിക്കിപ്പോൾ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചെറിയൊരു തുണി വെച്ചിട്ട് ഒന്ന് വൈപ്പ് ചെയ്ത് കളയുന്നുണ്ട്. ഇപ്പോൾ ഫേസ് നന്നായിട്ടിരിപ്പുണ്ട്. എൻ്റെ ഓയിലി സ്കിന്നാണ് കേട്ടോ. ഇപ്പം ഞാൻ ഇങ്ങനെ ഇട്ടിട്ട് പോലും ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഓയിലെല്ലാം കൂടെ വന്നിട്ട് അതെല്ലാം പോകട്ടോ. ഒരു പൊട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. മുടിയിലിപ്പം ഡാൻഡ്രഫിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട് തന്നെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഡ്രൈ ചെയ്യാനോ ഒന്നും പറ്റില്ല. അതുകൊണ്ട് തന്നെ സാധാ ഇങ്ങനെ കെട്ടാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ ഇട്ടേക്കുന്ന ഈ ഒരു ടോപ്പാണ് കേട്ടോ. ജോർജറ്റിൻ്റെ ഒരു അടിപൊളി ടോപ്പാണ്. ഒരു ഡാർക്ക് ഗ്രീൻ വരുന്നതാണ്. ഗ്രീനും അല്ല ബ്ലൂ അല്ലാത്തൊരു കളറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ടോപ്പാണ് ഗൈസ്. അങ്ങനെ നമുക്ക് ഹെയറൂടെ സെറ്റ് ചെയ്യാം ഗൈസ്. പിന്നെ ഒരു ഹാങ്ങിങ് ജീമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഹെയർ നനഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ വേറെ ഹെയർ സ്റ്റൈൽ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ഹെയർ സ്റ്റൈൽ ചെയ്യുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് നനഞ്ഞ കോഴിയൽ പോലെ തോന്നാൻ, ബട്ട് നിങ്ങൾ നല്ലതാണെന്നേ കമൻറ്റ് ചെയ്യാവുള്ളൂ. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ.